ഞാൻ ഇന്നാള് അസംബ്ലിയിൽ പറഞ്ഞു ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കാന്ന് പറഞ്ഞു. അപ്പോൾ ധനകാര്യമന്ത്രിക്ക് ഭയങ്കര വിഷമം, അങ്ങനെ പറയാമോ? ഞാൻ സത്യത്തിൽ അത് പറയാൻ കാര്യം ഞാൻ പാലോടനെല്ലാം അറിയാം. എന്റെ വീട്ടിൽ കുറെ പൂച്ചയുണ്ട്. അപ്പൊ ഈ പൂച്ച നിങ്ങൾ ശ്രദ്ധിക്കണം, പൂച്ച എല്ലാവർക്കും അറിയാം. പൂച്ച പ്രസവിക്കാൻ നേരത്ത് പൂച്ച 2 ദിവസം പരിഭ്രാന്തിയോടുകൂടി ഓടി നടക്കും. എന്നിട്ട് ആരും കയറാത്ത, ആരും ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലം കണ്ടുപിടിച്ച് പൂച്ച അവിടെ പ്രസവിക്കും. ഇന്നിപ്പോ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാ? അത് തന്നെ, നമ്മുടെ ഖജനാവ. ഒന്നുമില്ല അവിടെ, എല്ലാം കാലിയാക്കി. ഇപ്പൊ കൊടുത്തു തീർക്കേണ്ട കടം, ഇപ്പോൾ മൊത്തം കടമല്ല, അത് 6 ലക്ഷം കോടി രൂപയാവും 26 ആവുമ്പോൾ. ഇപ്പൊ കൊടുത്തു തീർക്കേണ്ട കടം മാത്രം 1.5 ലക്ഷം കോടി മുതൽ 2 ലക്ഷം കോടി വരെ ഇപ്പൊ കൊടുത്തു തീർക്കേണ്ട കടമുണ്ട്. 5 പൈസ കയ്യിലില്ല. ധനകാര്യമന്ത്രി എന്താ പറയുന്നത്? അടുത്ത മാസം ശമ്പളം കൊടുക്കും. അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ധനകാര്യമന്ത്രിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് അടുത്ത മാസം ശമ്പളം കൊടുക്കുമെന്ന്? ആ സ്ഥിതിയിലേക്ക് കേരളത്തെ എത്തിച്ചു. ആശുപത്രിയിൽ മരുന്നില്ല. എന്താ കാര്യം? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളത് കോടികളാണ്. മാവേലി സ്റ്റോറിൽ ഒരു സബ്സിഡൈസ്ഡ് ഐറ്റം ഒന്നുമില്ല. വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി മാർക്കറ്റിലെ വില നിയന്ത്രിക്കാനാണ് മാവേലി സ്റ്റോർ തുടങ്ങിയത്. അവിടെ സബ്സിഡി ആയിട്ടൊന്നുമില്ല, കാരണം വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത് കോടികളാണ്. നെല്ല് സംഭരിച്ചിട്ട് കൊടുക്കാൻ കാശില്ല, സപ്ലൈക്ക് കൊടുക്കാനുള്ളത് കോടികളാണ്. എല്ലാ സ്ഥലത്തും അതെ. ഇലക്ട്രിസിറ്റി ബോർഡ് ഞാൻ പറഞ്ഞു 3 പ്രാവശ്യമാണ് വൈദ്യുതി ചാർജ് കൂട്ടിയത്. കഴിഞ്ഞ നവംബറിൽ ഒരു കൂട്ടൽ കൂട്ടി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരൊറ്റ ഉത്തരവിൽ 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. നവംബറിലും കൂട്ടി, ഏപ്രിലും കൂട്ടി. നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. ഇപ്പൊ ഏപ്രിൽ വീണ്ടും ബില്ല് വന്നപ്പോഴാണ് അറിയുന്നത് ഒരു കൂട്ടൽ കൂടി കൂട്ടി. ഇനി കൂട്ടിയ 3ാമതും കൂട്ടിയ ദിവസം ഇലക്ട്രിസിറ്റി ബോർഡ് റെഗുലേറ്ററി അതോറിറ്റിക്ക് കത്തയച്ചേക്കുക, ഇനിയും കൂട്ടണം. ഒരു യൂണിറ്റിന് 32 പൈസ ഇപ്പൊ കിട്ടും. ചിരിക്കണ്ട, ഇപ്പൊ കിട്ടും, അതുകൂടി കിട്ടും. കാരണം എന്താ? നമ്മുടെ കാലത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് ലാഭത്തിലാക്കി. ഉമ്മൻചാണ്ടിയുടെ കാലം കാര്യമാണ് സാറ്. ലാഭത്തിലാക്കി 22 പൈസ കുറച്ചു കൊടുത്തു. 20 പൈസ ഒരു യൂണിറ്റിന് കുറച്ചു കൊടുത്തു. ഇതുവരെയുള്ള കടങ്ങൾ മുഴുവൻ മാറ്റി 1000 കോടി രൂപ മാത്രമാക്കിയ കടം വൈദ്യുതി ബോർഡിന്റെ. ഇപ്പൊ എത്രയാണെന്നറിയാമോ? 9 കൊല്ലം കൊണ്ട് ആ 1000 കോടിയിൽ നിന്ന് 45,000 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു കടം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു എഗ്രിമെന്റ് വെച്ചു, പവർ പർച്ചേസ് എഗ്രിമെന്റ്. നിങ്ങളൊക്കെ അറിയണം, സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരാണ്, അറിയണം. 4 രൂപ 29 പൈസയ്ക്ക് 25 വർഷത്തേക്ക് വൈദ്യുതി മേടിക്കാൻ നമ്മുടെ ഗവൺമെന്റ് വാങ്ങിച്ചു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 7 കൊല്ലം, മൊത്തം 8 കൊല്ലം വാങ്ങിച്ചു. 2 കൊല്ലം മുമ്പ് വൺ ഫൈൻ മോർണിംഗ് ആ കരാർ റദ്ദാക്കി. ഞാൻ വിചാരിച്ചു, ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു 4 രൂപ 29 പൈസ കൂടുതലാണ്, ചിലപ്പോൾ 20 പൈസ കുറച്ച് കിട്ടും. ഈ 1 പൈസ കുറച്ച് കിട്ടിയാൽ ലാഭമല്ലേ? അല്ലെ? 25 കൊല്ലത്തേക്ക് മേടിക്കണ്ടല്ലേ? അപ്പൊ നമ്മുടെ കാലത്തുണ്ടാക്കിയ കരാറിലെ 1 യൂണിറ്റ് വൈദ്യുതി 4 രൂപ 29 പൈസ മേടിക്കുന്ന കരാർ റദ്ദാക്കി. ഇപ്പോ മേടിക്കുന്ന എത്രയ്ക്കാന്നറിയാം? 8 രൂപയ്ക്കും 12 രൂപയ്ക്കും. കള്ളക്കച്ചവടമാണ്. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് ഈ ഗവൺമെന്റ്. മേടിക്കുവാണ്. അദാനി കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അദാനിയുടെ കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മര്യാദയ്ക്ക് 25 കൊല്ലത്തേക്കുള്ളൊരു കരാർ റദ്ദാക്കി. വലിയ നഷ്ടമൊന്നുമില്ല. ഒരു ദിവസം ഒരു 10-20 കോടി രൂപ. 2 കൊല്ലമായി. ഇവരുടെയൊക്കെ വീട്ടിലെ സ്വത്ത് വിറ്റ് കൊടുക്കുമോ ഈ കടം? നമുക്കാ പണി. ഇനി 3 മാസം കൂടുമ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കും, ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കും. ഇവർ കാണിക്കുന്ന അഴിമതിക്ക് 4 രൂപ 29 പൈസയ്ക്ക് മേടിച്ചിരുന്ന വൈദ്യുതി 3 ഇരട്ടിയാക്കി 12 രൂപയ്ക്ക് മേടിക്കുന്ന സർക്കാരാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിലിരിക്കുന്നവർക്ക് അറിയാം, ക്ഷേമനിധി ബോർഡുകൾ ഒന്നൊന്നായി തകരുകയാണ്. കേരളത്തിന്റെ ഏറ്റവും ഗവൺമെന്റ് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ, പാവപ്പെട്ട തൊഴിലാളികൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ കൊടുത്ത് റിട്ടയർ ചെയ്യുമ്പോൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഇല്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 24 മാസമായി റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഇല്ല, ഒരു ബെനിഫിറ്റും ഇല്ല. 7 ക്ഷേമനിധികൾ തകർച്ചയുടെ വക്കിലാണ്. ബാക്കി ക്ഷേമനിധികളും പ്രതിസന്ധിയിലാണ്. പക്ഷെ PSCയുടെ ചെയർമാനും മെമ്പർക്കും കാശ് കൂട്ടി കൊടുക്കുക 4 ലക്ഷം രൂപ സാലറി.